എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് മുടിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഹെയർ ടിപ്പ് തന്നെയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മുടിനെ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇത് ഈ എണ്ണ തേക്കാൻ പറ്റാത്തവർക്കും അതുപോലെ തന്നെ നമുക്ക് തലവേദന, തുമ്മൽ, വേറെ അലർജി അങ്ങനത്തെ പ്രശ്നമുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അത് കറ്റാർവാഴ മാത്രം ഉണ്ടായാൽ നമ്മുടെ ഒത്തിരി തലയിലത്തെ പ്രശ്നങ്ങളും മാറും. അതുപോലെ തന്നെ താരനൊക്കെ പോയി കിട്ടും. താരൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയിലടിച്ചിട്ട് നിങ്ങൾ തലയിൽ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അതല്ലാത്തവരാണെങ്കിൽ ഇത് മാത്രം മതി. നമുക്ക് മുടി നല്ല സോഫ്റ്റ് ആക്കാൻ, അതായത് നമ്മൾ സ്മൂത്തനിങ് ചെയ്ത ഒരു എഫക്റ്റ് വരില്ലേ, ആ ഒരു എഫക്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഈ ഒരു കറ്റാർവാഴ അടിപൊളിയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ എണ്ണ തേക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈഗ്രെയിനും അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് എനിക്കത് തേക്കാനായിട്ട് പറ്റില്ല. എന്നിട്ടും നിങ്ങൾ ഫസ്റ്റിൽ തന്നെ കാണുമ്പോൾ മുടിയൊക്കെ നല്ലപോലെ പൊഴിഞ്ഞു പോയിട്ടും അങ്ങനെയൊക്കെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫേസ് പാക്കിൻ്റെ ടിപ്പുകളാണ് നമ്മൾ കൂടുതൽ എടുത്തിരുന്നത്. മുടി വലുതാവാണ്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുമാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അവർ കാണുമ്പോൾ നിങ്ങളുടെ മുടി എന്താ ഇങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും തെളിവായിട്ട് കാണിച്ചു കൊടുക്കാനേ പറ്റില്ല. അപ്പോൾ നമുക്ക് എൻ്റെ ഫസ്റ്റിലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം എൻ്റെ മുടി അത്യാവശ്യം പോയിട്ടും പൊഴിഞ്ഞു പോയിട്ടും ഒക്കെയുള്ള ഒരവസ്ഥ. അതിൽ നിന്ന് വിട്ട് ഇപ്പോൾ നമ്മൾ നല്ല കറുപ്പും അതുപോലെ തന്നെ നല്ല തിക്കൊക്കെ ആയിട്ട് മുടി ഇത്രക്കോളം ആയിട്ടുണ്ട്. ആദ്യം ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമുക്കിത് എത്രക്കോളം നീളം വെച്ച് അതിൻ്റെ ഇടയിൽ ഞാൻ വെട്ടി അങ്ങനെയൊക്കെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ മാസത്തിലൊരിക്കൽ അതിൻ്റെ തുമ്പൊന്ന് വെട്ടി കൊടുക്കണം കേട്ടോ. പിന്നെ വലുതായി വരുന്ന മുടികളൊക്കെയാണ് ഇത് ഈ ഒരു ഇത്രയ്ക്കോളം എത്തിയിട്ട് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഒത്തിരി മുടികൾ ഇത് എവിടെയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഭാഗത്തും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് കാലത്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പറ്റിയിട്ട് നല്ലപോലെ കാണാനായിട്ട് പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ നല്ലപോലെ ഇങ്ങനെ എണീറ്റ് നിൽക്കണ്ടാവും. ഒരു ഭദ്രകാളി വരുന്ന ഒരു ലുക്കിലായിരിക്കില്ല നമ്മൾ കാലത്ത് എണീറ്റ് വരിക. അപ്പം അപ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മുടെ മുടികളൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വലുതായി വരുന്നത് കാണാനായിട്ട് പറ്റുക. അപ്പം നമ്മളിന്ന് പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ തേക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത് ഡെയിലി നിങ്ങൾക്ക് കുളിക്കണമെന്ന് അത് നിർബന്ധമുള്ളവരാണെങ്കിൽ നമുക്ക് ഡെയിലി ഇത് തേക്കാം. അല്ലെങ്കിൽ ഒന്നരാടം വിട്ടിട്ട് ഇത് തലയിൽ തേച്ച് കൊടുത്തിട്ട് ആക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ സാധനം തലയിൽ ഇരിക്കില്ല എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ നിങ്ങൾ മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് തലയിൽ കൊടുക്കുക, മസാജ് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിൽ നമ്മുടെ ഇന്നത്തെ ഒരു പാക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കല്ല, സ്പ്രേ ആണ്. സിറം പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ആർക്കായാലും ഏത് ഏജുകാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്ന കാര്യമാണ് കേട്ടോ. ചേട്ടന്മാർക്കും ചെയ്യാം കേട്ടോ. മുടി കൊഴിഞ്ഞു പോയി എന്ന് വെച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ നമുക്ക് ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടണമെന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. നമ്മൾ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറ്റാർവാഴ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി നമുക്ക് പേന, ഈര അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ തലയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ പോകാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ്. അപ്പോൾ നല്ലപോലെ ആദ്യം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഇങ്ങനെ വേണമെങ്കിലും തലയിലേക്ക് നമുക്ക് പാക്ക് പോലെ തേച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു നൈസ് തുണി വെച്ചിട്ട് നല്ലപോലെ അരിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ പിഴിഞ്ഞെടുത്തതാണ്. അതിലോട്ട് നമ്മൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് അടിപൊളി റിസൾട്ട് എന്ന് വെച്ചാൽ അത്രയും നല്ല റിസൾട്ടാണ്. നമുക്കിത് കൂടുതൽ ഉണ്ടാക്കി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വാണ്ടിറ്റി എടുക്കുക. അപ്പോൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ 2 നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് വെക്കുക. നല്ലപോലെ മുടിക്ക് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുടിയുടെ തുമ്പലിക്കും നല്ലപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ സിറം കണ്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ സിറം. ഇത് നമുക്ക് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല റിസൾട്ട് കിട്ടണ ഒന്നാണ്. നമുക്ക് പിള്ളേർക്കായാലും ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജിലേക്ക് ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് തണവ് മാറിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. തണവോട് കൂടിയിട്ട് ഒന്നും ചെയ്ത് കൊടുക്കരുത്. ഇത് ഉള്ളിയുടെ ഒരു മണം ആണ് ഇനി അടുത്തൊരു പ്രശ്നം പറഞ്ഞു വരിക. നല്ലപോലെ തല വാഷ് ചെയ്ത് പച്ചവെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ ഉള്ളിയുടെ മണമൊന്നും വലിയ വിഷയമാക്കേണ്ട കാര്യങ്ങളില്ല കേട്ടോ. ഇത് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു വരിക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ എല്ലാവിടെയും നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു മസാജ് നമ്മൾ കൊടുക്കണം. ആ മസാജ് കൊടുക്കുമ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ മസാജ് കൊടുക്കേണ്ടത്.
അല്ലാണ്ട് ഇങ്ങനെ മാന്തി പൊളിക്കരുത്. ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ മസാജ് കൊടുക്കേണ്ടത് കേട്ടോ. ആ മസാജ് കൊടുക്കുക. ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം നല്ല പച്ചവെള്ളത്തിൽ കഴുകിക്കളയുക. അടിപൊളി റിസൾട്ട് എന്ന് വെച്ചാൽ അടിപൊളി റിസൾട്ടാണ്. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 വട്ടമൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ബാക്കി വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അത് നാശമാവണതൊന്നുമില്ല. നമ്മളതിൽ ഇവിയോടെ ഗുളിക ചേർത്തുകൊണ്ട് വേറെ എണ്ണ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇഞ്ചി നീരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പോവാനൊക്കെയാണ് നമ്മൾ അതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും നല്ല റിസൾട്ട് കിട്ടുന്ന ഐറ്റംസാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാക്കുകൾ ഇടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ തുമ്മലിൻ്റെ ഇതിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് നമ്മളിങ്ങനത്തെ സിറം കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലിവിടെ ഉപയോഗിക്കുന്നത്. അത് അങ്ങനെ ചെയ്തേ പിന്നെ എനിക്കങ്ങനെ നീരുവീഴ്ചയെന്ന് പറയുന്ന സംഭവം ഇല്ല. അല്ലെങ്കിൽ ഡെയിലി ഗുളിക കഴിച്ച് നടന്നിരുന്ന ആളാണ്. അപ്പോൾ നമുക്ക് തലയിലേക്ക് എണ്ണ തേച്ചില്ലെങ്കിലും തൊട്ട് പറ്റി കൊടുത്താൽ മതി. പിന്നെ നമ്മളിതിൽ ഇവിയോടെ ഗുളിക കൊടുത്തിട്ടുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട്, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പുതുതായിട്ട് വരുന്നവർക്ക് ആ ഓപ്ഷൻ അറിയില്ല. അപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഒന്ന് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ പോയിൻ്റ് കൂടുന്നതനുസരിച്ചാണ് നമുക്ക് ഇവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ആ ലീഡർഷിപ്പ് നമുക്ക് കിട്ടണം. അപ്പോൾ ലൈക്കും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. വീഡിയോസ് മാത്രം കണ്ടിട്ട് പോയാൽ പോരാ, ലൈക്കും കൂടി. ലൈക്കൊക്കെ പ്രധാനമായിട്ടാണ്. കുറേ പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.